വിഷു ഒരുക്കാനുള്ള ഓട്ടത്തിലാണ് മലയാളി. കിഴക്കൻ മലയോര വിപണിയിൽ വിഷു തലേന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കിഴക്കൻ മലയോര വിപണിയിൽ ശനിയാഴ്ച രാവിലെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുവിന് പ്രതീക്ഷയുടെ കണിയൊരുക്കി കാത്തിരിക്കുകയാണ് വ്യാപാരികളും വിപണിയും. കണിവെള്ളരിയും പടക്കവും മൺപാത്രങ്ങളും പുത്തനെടുപ്പുകളുമായി വിഷുവിപണി സജീവമാണ്. മഞ്ഞപ്പട്ടുടുത്ത് നെറുകയിൽ പീലി ചാർത്തി മനോഹരങ്ങളായ മെയ്യലങ്കാരത്തോടെ വിഷുദിനത്തിൽ കണിക്ക് മുന്നിൽ ഓടക്കുഴലുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ വിഗ്രഹങ്ങളുമായി എത്തുന്ന നാടോടികളാണ് വിഷുവിന്റെ വരവറിയിക്കുന്നത്. വിഷുവിന് 2 ദിവസത്തെ കച്ചവടം മുന്നിൽ കണ്ടാണ് വിപണി ഒരുങ്ങിയിരിക്കുന്നത്. കണിയൊരുക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം അടങ്ങിയ കിറ്റുകളാണ് ഇത്തവണത്തെ താരം. വിഷുവിന് ഒരാഴ്ച മുൻപ് തന്നെ കണിക്കിറ്റുകൾ തയ്യാറായി കഴിഞ്ഞു. കണിവെള്ളരിയും ചെറുമത്തനും മാങ്ങയും ആപ്പിളും ഓറഞ്ചും പഴവും കണിക്കൊന്നപ്പൂവും അടങ്ങുന്നതാണ് ഒരു കിറ്റ്. ശനിയാഴ്ച രാവിലെ മുതൽ തന്നെ കിറ്റുകൾ സജ്ജമായിരുന്നു. കൂടുതൽ സാധനങ്ങൾ ആവശ്യമെങ്കിൽ അതും വ്യാപാരികൾ തന്നെ എത്തിച്ചു നൽകും. 200 രൂപ മുതലാണ് കിറ്റുകളുടെ വില നിലവാരം. വിപണിയിലെ പച്ചക്കറിയുടെ വിലവർദ്ധനവ് തെല്ല് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. പഴവർഗ്ഗങ്ങൾക്കും വില കൂടുതലാണ്. മൈസൂർ, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായി എത്തുന്നത്. കണിക്കൊന്ന പൂക്കളുടെ ലഭ്യതക്കുറവും ആവശ്യക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാലും ഇക്കുറി പ്ലാസ്റ്റിക് പൂക്കളും താരമായി കഴിഞ്ഞു. ചുരുക്കം തെരുവ് കച്ചവടക്കാർ മാത്രമാണ് നഗരത്തിൽ വിഷു കച്ചവടത്തിനായി എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കണിവെള്ളരിയുടെ വിളവെടുപ്പ് പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ വിപണിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ഒരു അത്യാവശ്യം വില വലിയ കൂടുതലായിട്ടൊന്നുമില്ല. നമ്മൾ കിറ്റായിട്ട് കൊണ്ട് അല്ലാതെ ലൂസായിട്ടും കൊടുക്കുന്നുണ്ട്, തൂക്കിയും കൊടുക്കുന്നുണ്ട്. കിറ്റാകുമ്പോൾ 12 ഐറ്റം 13 ഐറ്റം വരെ 250 രൂപ 300 റേഞ്ചിൽ. പോയ വർഷത്തെക്കാരും വലുതായിട്ട് മെച്ചപ്പെട്ടതാണല്ലോ. കാരണം പെരുന്നാളും ഭരണിയും ഇതെല്ലാം കൊണ്ട് ഒരു തിരക്കുമുണ്ട്. മഴയൊക്കെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് അത്യാവശ്യം തിരക്കുമുണ്ട്, അത്യാവശ്യം കസ്റ്റമറുണ്ട്. വലിയ ഇതില്ലാതെ കൊടുത്തു വിടുന്നു. സ്ഥിരം കസ്റ്റമറും വർഷങ്ങളായിട്ട് കൊടുക്കുന്ന കിറ്റുകളും മുടക്കാതെ പോകുന്നുണ്ട്. വില കൂടുതൽ പ്രത്യേകിച്ച് വലുതായിട്ട് പോലുന്നില്ല. ഓറഞ്ചിന് മാത്രം ഇച്ചിരി വ്യത്യാസം വന്നുള്ള 120 രൂപ 150 രൂപ എത്തി. ഒരാഴ്ച കൊണ്ട് വ്യത്യാസം വന്നതാണ് ഓറഞ്ചിന് മാത്രം. പിന്നെ മുന്തിരിയുടെ ഇതാ സാധാരണ വിലയൊക്കെ തന്നെ ഇതായി. അത്ര ഇതേ ഉള്ളൂ. നോമ്പും ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ സീസണുകളെക്കാളും എല്ലാ ഐറ്റവും ഈ വർഷം നിലവിലുണ്ട്. ചക്ക ഒഴിച്ച് ബാക്കി ഫ്രൂട്ട്സ് ഐറ്റം ഉൾപ്പെടെ ചക്ക ഒഴിച്ചിട്ട് ബാക്കി 12 ഐറ്റം. പൂവും ചക്ക ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഐറ്റം വരും. പൂ മാത്രം മേടിക്കുക. കണിമത്തന് വെള്ളരി അതിൻ്റെ തണ്ണിമത്തൻ ഉൾപ്പെടെയാണ്. 2 ഐറ്റം മുന്തിരി, അതിൻ്റെ പഴവും തക്കാളിപ്പഴം ഉൾപ്പെടെ പോകും. കുക്കുംബർ ഉൾപ്പെടെ പോകും. ഈ 12 ഐറ്റമായിട്ട് 250 രൂപ 300 രൂപ. അതെല്ലാം അത്യാവശ്യക്കാർ അത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ 1 പീസ് 2 പീസ് തൂക്കിയെടുക്കുന്ന കസ്റ്റമറുണ്ട്. മോശം വന്നിരിക്കുന്നു. വേറെന്തോ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.